വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാൻ ലോങ് വീഡിയോ എടുക്കണമെന്ന് കുറച്ചായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് കണ്ടൻറ് എടുക്കാമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ തന്നെ നടന്നൊരു കണ്ടൻറ് എടുത്തുകൂടാന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. വേറൊന്നുമല്ല, എൻ്റെ വെയിറ്റ് ലോസ് ജേണി. ഏകദേശം ഒരു 68-69 കിലോ എന്ന് ഞാനൊരു 50, അതായത് 48, 49, 50 ആ ഒരു കിലോ വരെ കുറഞ്ഞു. അതായത് ഒരു 10-18 കിലോ വരെ ഞാൻ കുറഞ്ഞു. എങ്ങനെ അത് കുറച്ചു? ഓക്കെ, അതാണ് ഈ വീഡിയോയിൽ പറയുന്നതുകൊണ്ട് ഞാൻ ചെയ്ത ഡയറ്റ്, എക്സസൈസ്, സ്ലീപ്പ്. ഓക്കെ, ഇത് മൂന്നും മാത്രമാണ്. ഡയറ്റിൽ ഞാൻ മെയിനായിട്ടും ചെയ്തതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കാർബോഹൈഡ്രേറ്റ് ഫുഡ്സ് മിനിമലൈസ് ചെയ്തു. കഴിക്കാതെ അല്ല ഇരുന്നത്, പരമാവധി കുറച്ചു. അതാണ് ഞാൻ ചെയ്തത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കാർബണേറ്റഡ് വാട്ടർ, അതായത് ഈ 7up, പെപ്സി, മിറിൻഡ, കോള അങ്ങനത്തെ ജ്യൂസ് കാര്യങ്ങൾ വരത്തില്ലേ, അതൊന്നും ഞാൻ കുടിക്കേയില്ല. അത് ഞാൻ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തു. തേർഡ് വൺ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ഫുഡ് ഞാൻ സ്കിപ്പ് ചെയ്ത്. ഏകദേശം 2-3-4 മാസമൊക്കെ ഞാൻ കഴിക്കാതിരുന്നിട്ടുണ്ട്. പുറത്ത് ഹോട്ടലിൽ പോയി മനഃപൂർവ്വം തന്നെയാണ്. കഴിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം ഉള്ള ഫാറ്റ് കലോറീസൊക്കെ തനിയെ ബേൺ ആവും എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പം തന്നെ ഒരുവിധം നമ്മൾ അത്യാവശ്യം മില്ലി. അടുത്ത് ഞാൻ ഫോളോ ചെയ്ത ഫോർത്ത് വൺ എന്ന് വെച്ചാൽ മീൽസ് എല്ലാം പ്രോപ്പർ ടൈമിൽ കഴിക്കുക. അത് വെച്ചാൽ റുട്ടീനായിട്ട് ഇന്ന ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്കിൽ ഇന്ന ടൈമിൽ ലഞ്ച്, ഡിന്നർ, അത് ഫോളോ ചെയ്യുന്ന മസ്റ്റാണ്. പിന്നെ വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ വെച്ചാൽ നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കണം. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. റോ ജ്യൂസ് കിട്ടുമെങ്കിൽ അത് കഴിക്കുക. അതും നമ്മൾ ഷുഗർ, അതായത് പഞ്ചസാര ഇടാണ്ട് കഴിക്കുന്നതായിരിക്കും പിന്നെ നല്ലത്. ഓക്കെ, എൻ്റെ ഡയറ്റ് ഞാൻ അടുത്ത് ഫോളോ ചെയ്ത പൊറിച്ച്, അതായത് കഞ്ഞികളില്ലേ, കഞ്ഞി ലൈപ്പ് സാധനങ്ങളില്ലേ, അതായത് കഞ്ഞി വരും, ഓട്സ്, റാഗി, പിന്നെ സൂചി ഗോതമ്പിൻ്റെ കിട്ടും. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ മാക്സിമം ഞാൻ രാത്രി കാലങ്ങളിൽ കഴിച്ചത്. രാത്രി പൊതുവെ ഞാൻ ഹെവി ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ലായിരുന്നു. ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ലാക്ടോസ്, അതായത് പാലിൻ്റെ കണ്ടൻറ്റ് വരത്തില്ലേ, പാലൊക്കെ ഞാൻ അത്യാവശ്യം സ്കിപ്പ് ചെയ്യുമായിരുന്നു. പാല്, ചായ ഒന്നും കുടിക്കത്തില്ലായിരുന്നു എപ്പോഴും. അതായത് അല്ലെങ്കിൽ ഡെയിലി 2 ചായയൊക്കെ കുടിക്കുമായിരുന്നു. അത് ഒന്നൊക്കെ ആയിട്ട് കുറച്ചു. പിന്നെ കഫൈൻ എന്ന് പറയുമ്പോൾ ഞാൻ കോഫി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കോഫിയൊക്കെ അത്യാവശ്യം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതാണ് എൻ്റെ ഡയറ്റ് ചാർട്ട് വരുന്നത്. ഇത്രയാണ് ഏകദേശം ഞാൻ ഫോളോ ചെയ്തത്. പിന്നെ വരുന്നത് എൻ്റെ എക്സസൈസാണ്. എക്സസൈസ് എന്ന് വെച്ചാൽ എനിക്ക് ഏകദേശം വീട്ടിൽ നിന്ന് ബസ് കയറാനും അതേപടി ബസ്സിൽ നിന്ന് ഇറങ്ങി ഓഫീസിലോട്ടും ഏകദേശം ഒരു 10 കിലോമീറ്ററൊക്കെ വരും ഡിസ്റ്റൻസ്. അപ്പോൾ നിയർലി ഒരു 10 കിലോമീറ്ററൊക്കെ ഞാൻ ഡെയിലി നടക്കുമായിരുന്നു. ഓക്കെ, നടന്ന് എന്നെ കുറേ ഫാറ്റ് ബേണായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാനങ്ങനെ ഓട്ടോ കാര്യങ്ങളങ്ങനെ അധികം പിടിക്കത്തില്ല. പൈസ ലാഭിച്ചാണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിലുപരി ഞാൻ ഇങ്ങനെ ആലോചിക്കും, നടക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ച് നടക്കും. അതാണ് മെയിൻ തിങ്. നടക്കുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി അറിയാൻ പറ്റുമല്ലോ, വേർക്ക് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കലോറീസ് ബേൺ ആവുന്നുണ്ടെന്ന്. ആക്ച്വലി ഞാൻ തന്നെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് കുറേ നടക്കുമായിരുന്നു. അതാണ് മെയിനായിട്ട്, നന്നായിട്ട് നടക്കുമായിരുന്നു. പിന്നെ രണ്ടാമത് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റീലോ കാര്യങ്ങളോ ഇങ്ങനെ ചെയ്യുമ്പോൾ ചുമ്മാ ഡാൻസ് കളിക്കുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് യോഗ ചെയ്യണമെങ്കിൽ യോഗ ചെയ്യാം, ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ കുഞ്ഞു എക്സസൈസും കിടന്നു പറഞ്ഞാൽ ചെയ്യാം, മറ്റേ ക്രഞ്ചിങ്ങോ അല്ല റിവേഴ്സ് ക്രഞ്ചോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യാം. അത് ഞാൻ ഇടയ്ക്ക് ഒക്കേഷണലി ചെയ്യുമായിരുന്നു. അത് ഇടയ്ക്ക് ഞാൻ ആക്ച്വലി റുട്ടീനായിട്ടൊരു എക്സസൈസ് ചെയ്യുന്ന ഒരാളെ അല്ല, ഇടയ്ക്ക് മൂഡ് വരുമ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ലീപ്പ്. പ്രോപ്പർ 8 മണിക്കൂർ ആരൊക്കൊന്നാലും ഞാൻ ഉറങ്ങണം, ഉറങ്ങിയേ പറ്റും. അപ്പോൾ 8 മണിക്കൂർ പ്രോപ്പറായിട്ടും എന്നാലും ഉറങ്ങിയിരിക്കണം. സോ ഇത്രയും 3 കാര്യമാണ് ഞാൻ ഫോളോ ചെയ്തത്. ഏകദേശം ഒരു 1 to 2 മന്തിൻ്റെ അകത്ത് എൻ്റെ ഇത്രയും വെയിറ്റ് ഇത്രയും ഞാൻ ഫോട്ടോ ഞാൻ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കാം. വെയിറ്റ് ഇത്രയും കുറഞ്ഞു. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ മുമ്പാണെന്നുണ്ടെങ്കിൽ ബിലീവ് ഇൻ യുവർ സെൽഫ്. ഓക്കെ, നമ്മൾ ട്രസ്റ്റ് ചെയ്ത് എന്തൊരു കാര്യം ചെയ്താലും അതെന്തായാലും നടക്കും. പിന്നെ ഒരു ഡിസ്ക്ലെയിമറും കൂടിയുണ്ട്, ഇത് ആക്ച്വലി എനിക്ക് വർക്കൗട്ടായ ഡയറ്റ് പ്ലാൻ ആൻഡ് ഒരു എക്സസൈസാണ്. എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. നിങ്ങൾക്ക് ശ്രമിക്കാം. മേ ബി നടന്നില്ലെങ്കിൽ എൻ്റെ തെറി വിളിക്കരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ.